പോയാൽ എൻ്റെ മകനെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ അങ്ങനൊക്കെ ചോദിക്കുമോ? എന്നിട്ട് തിരിച്ച് ബോഡിയായിട്ടാണ് വരുന്നത്. ഇല്ലാത്ത വീട്ടിലോട്ട് വന്ന് കയറാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. ആ നക്ഷത്ര തീയതി അനുസരിച്ച് ഇവരിത് ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പോകുന്നതിൻ്റെ തലേദിവസവും ഞങ്ങൾ വെറുതെ ഇരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണോ? വെറുതെ എടുത്തതാണ്. വെറുതെ എടുത്തതാണ്. പക്ഷെ അത് ഇങ്ങനെ ഒരു ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത് ഒരിക്കലും ആ ഫോട്ടോ കാണിച്ച് കരുതിയില്ല. അത് ആരുടെ ഫോട്ടോ ഇത്? എൻ്റെ മൊബൈലിൽ ഞാൻ എടുത്തതാണ്. അതെയോ? പക്ഷെ അത് ഈ ഒരു ഞങ്ങൾ മൂന്നുപേരും കൂടി ഞാൻ ഇതെടുത്തു, ഏതാ സെൽഫി എടുത്തു. അപ്പോൾ എന്തോ തമാശ പറഞ്ഞ് ചിരിക്കുകയൊക്കെ ചെയ്തു. ബ്ലാക്ക് കോഫിയൊക്കെ കുടിച്ച് പിരിഞ്ഞതാണ്. ട്രസ്റ്റിൻ്റെ ആവശ്യങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഈ വീട് തന്നെ വീട് പൂർണ്ണമായിട്ടും. അപ്പോഴൊക്കെ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ ഒരു ഷോർട്ട് ടൈം ക്ഷേത്ര വിസിറ്റ് ആയിരിക്കുമല്ലോ, ക്ഷേത്രം വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്കത് ആലോചിക്കാമെന്ന് ഞങ്ങൾ മറുപടി പറയുമായിരുന്നു. ഞാനും ഈ ഗൗരിയും ഒക്കെ പറയുന്ന മറുപടി, ഓക്കെ നിങ്ങൾ പോയിട്ട് വരും, ഇപ്പം നിങ്ങൾക്ക് എന്താ. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ആ പർട്ടിക്കുലർ ഡേ ഏതാ 3-ാം തീയതിയാണ്, ഫെബ്രുവരി 3 ഇംഗ്ലീഷ് തീയതിയിൽ. പക്ഷേ ഇവരിപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് നക്ഷത്ര പ്രകാരമുള്ള ആണ്ട് ഇന്നലെയാണ് മകൻ മരിച്ചത്. ഒരു വർഷം തികയുന്ന ആ നക്ഷത്ര തീയതി അനുസരിച്ച് ഇവരിത് ആസൂത്രണം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ഈ നിമിഷത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മകൻ മരിച്ച ദിവസം തന്നെ, മരിച്ച ദിവസം ആ സമയം. പക്ഷേ ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 3 അന്ന് ഇവിടെ അനുസ്മരണം നടത്തണം, അതൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഓഫീസായിട്ട് ഉപയോഗിക്കണം, ഇവിടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മറുപടി എന്ന് പറയുന്നത്, ഇവിടെ സഹോദരന്മാരടുത്തുണ്ടല്ലോ, ശ്രീദേവ് പോയിട്ട് വാ, ഏതാ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരൂ, വന്നിട്ട് ബന്ധുക്കളുമായി ആലോചിച്ച് ഞങ്ങൾ ചെയ്യാമെന്ന മറുപടി മാത്രമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അല്ല ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുമില്ല. ഈ ഗൗരി കുഞ്ഞമ്മയുടെ മകളാണ്, ആ കുട്ടിയും പറഞ്ഞിട്ടില്ല. ചേട്ടൻ പോയിട്ട് വന്ന് തന്നെയാണ് എൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞത്. ഇതിത്ര ഞങ്ങൾക്കും അറിയൂ. ഇതൊക്കെ ഈ ഓഫീസിനും മറ്റേ ചാരിറ്റിക്കും വേണ്ടി ഉപയോഗിക്കണം ഭാവിയിൽ എന്ന് പലതവണ എന്നോടും പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇനിയിപ്പോൾ ട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുമായിരിക്കും. ഇത് ഈ കർമ്മങ്ങളൊക്കെ കഴിയട്ടെ, എല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുകയുള്ളൂ. അല്ലാതെ നമ്മളാരും ഒരു തീരുമാനം, സഹോദരന്മാരുണ്ട്. അല്ല, അത്ര നല്ല വലിയൊരു മനസ്സാണ്. മനസ്സ് ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്കും ഞങ്ങൾക്ക് ആർക്കും ഇത് ഈ ഒരു തീരുമാനം കൃത്യത്തിനോട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ഇതിനു വേണ്ടിയായിരുന്നു നമ്മളെയൊക്കെ തേടിപ്പിടിച്ചതിൽ കൊണ്ടുവന്നതെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒന്നും പറ്റുന്നില്ല. ഈ മകൻ എങ്ങനെ മരിക്കുന്നത് വരുന്നത്? മോൻ ലോ അക്കാഡമിയിലെ ഫൈനൽ ഇയർ LLB സ്റ്റുഡൻ്റ് ആയിരുന്നു. ലാസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും ഒരു ദിവസം ജസ്റ്റ് ഒരു പനി പോലെ വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ ECGയിൽ ചെറിയ വേരിയേഷൻ വന്നായിരുന്നു. അപ്പോൾ നേരെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്തു. അവിടെ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റിനെല്ലാം എഴുതി കൊടുത്തു. അപ്പം ചേട്ടൻ കൊണ്ടുപോയി ടെസ്റ്റിനൊക്കെ പോയ സമയത്ത് നെബുലൈസേഷൻ കൊടുത്തു. ആ സമയത്ത് കാർഡിയാക് അറസ്റ്റ് വന്നാണ് സൈലൻ്റ് അറ്റാക്ക് വന്ന് മരിക്കുന്നത്. അതിനുശേഷം ഭയങ്കരമായിട്ട് തകർന്നു വരല്ലേ? അവർ തകർന്നു പോയി. കാര്യം അവിടെ വെച്ചിട്ട് ചേട്ടനും ചേച്ചിയും വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് ബോഡി കൊണ്ടുവന്നതൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ടുപേർക്കും മകൻ്റെ വിയോഗം അത്രയ്ക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥയിലായിരുന്നു. മകനില്ലാത്ത വീട്ടിൽ അവർക്ക് വന്നു കയറുന്നതിനും ആ ഒരു ഇതായിരുന്നു. അങ്ങനെ രണ്ടുപേരും സൈലത്തിലെ അധ്യാപകരായിരുന്നു. ആ രണ്ടുപേരും ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് പിന്നെ ക്ഷേത്രങ്ങളും അങ്ങനെ പുണ്യകർമ്മങ്ങളിലോട്ട് ഇറങ്ങിയായിരുന്നു. കാര്യം അപ്പോൾ ഇല്ലാത്ത വീട്ടിലോട്ട് വന്നു കയറാൻ അവർക്കൊരു ബുദ്ധിമുട്ട്. അപ്പം രാവിലെ ക്ഷേത്രങ്ങളിൽ പോവും, വൈകുന്നേരം ഇതുപോലെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടാണ് ഈ വിഷമമൊക്കെ നിങ്ങൾക്കറിയാം, ഒരു അനുഭവിക്കുന്ന പാടുകളൊക്കെ? ആദ്യമൊക്കെ ഞങ്ങൾ പറഞ്ഞ് ഇത് വിഷമങ്ങൾ ഞങ്ങളൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്ത് ഇത് ചെയ്തു. പിന്നെ രണ്ടാമത് റീജോയിൻ ചെയ്തായിരുന്നു സൈലത്തിൽ. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റിയില്ല, നിർത്തി ജോലി റിസൈൻ ചെയ്തിട്ട്. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിലോട്ട് മോൻ്റെ പേരിൽ അങ്ങനെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടിയിട്ട് ഒരു കുടുംബക്കാർ ആലോചിച്ച് അതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിക്കും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ കാര്യം നടപ്പിലാക്കുന്നത്. അത് നമുക്ക് അത്രത്തോളം അറിയില്ല. കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി അതിൻ്റെ പിറകെ ആയിരുന്നു ചേട്ടനും ചേച്ചിയും. അപ്പം എല്ലാം ഇതപ്പം തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞു. മോൻ്റെ ആണ്ടാണ് ഫെബ്രുവരി 3 എന്ന് പറയുന്നത്. അപ്പം തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ചേട്ടനോടൊക്കെ യാത്ര പറഞ്ഞ് പോയത്. അപ്പം തീർത്ഥാടനത്തിന് ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ പറഞ്ഞു ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പോയിട്ട് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് എത്രയും പെട്ടെന്ന് വരണം, നിങ്ങളല്ലേ ആണ്ട് നടത്തേണ്ടതെന്ന് പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് അത് നടത്തണമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അവസാനമായിട്ട് എപ്പോഴാണ് അവർ കാണുന്നത്? എപ്പോഴായിരുന്നു?
തലേ ദിവസം ഈ ബുധനാഴ്ചയുടെ അന്ന് രാത്രി അപ്പുറത്തെ ചേട്ടൻ്റെ അവിടെ പോയി യാത്ര പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഞങ്ങളവിടെ രാത്രി 12:30 ആയപ്പം ചേട്ടനൊരു വോയിസ് മെസ്സേജ് ഇട്ടു, ഇങ്ങനെ യാത്ര പറയാൻ പറ്റിയില്ല, അപ്പം ഞങ്ങളിങ്ങനെ തീർത്ഥാടനത്തിൽ പോവുകയാണ്, ഇങ്ങനെ വന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അറിയുന്നില്ലല്ലോ ഇങ്ങനെയാണ്, അപ്പം തീർത്ഥാടനത്തിന് പോയിട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് അവർ രാമേശ്വരം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലും ദൂരക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് വരാറുണ്ടായിരുന്നു. അതുപോലെ ഇതാണെന്നാണ് ഞങ്ങളും കരുതിയത്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയവർ പോയി, ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ പരിപാടി? എന്താണ് ഇനിയിപ്പം? അവർ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് ഫെബ്രുവരി 3-ാം തീയതി കമ്പൽസറി ആയിട്ട് എന്താണോ ഒരു കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ചെയ്യണമെന്നാണ്. അത് തന്നെ തുടർന്ന് പോകാനാണ്. അല്ല, അതെല്ലാം കൃത്യമായിട്ട് അവർ പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു ഇങ്ങനെ എല്ലാം ചെയ്യണം എന്ന് വെച്ചാൽ അവർ എന്ന് വെച്ചാൽ ഒരു 20 പേർക്ക് എല്ലാം 2000 രൂപ വെച്ചിട്ട് ഇപ്പം ഈ ഒരാഴ്ചയ്ക്ക് മുമ്പേ കൊടുത്തിരുന്നു. 2000 രൂപ വെച്ചിട്ട് 20 പേർക്ക് അവർ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാ വർഷവും ഇതാവുമ്പോൾ അത് ഫെബ്രുവരി 3-ാം തീയതി ആകുമ്പോഴത്തേക്കും ഈ 2000 രൂപ വെച്ച് കൊടുക്കുക. അതുപോലെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും സഹായങ്ങൾ ആർക്കെങ്കിലും അതെല്ലാം ഞാൻ ബൈലേർ കണ്ടിട്ടില്ല, അറിയത്തില്ല. എൻ്റെ അടുത്ത് പറഞ്ഞത് അമ്പലത്തോറും ഇതിന് കാശി അങ്ങനെ എല്ലാ അമ്പലത്തോറും പോവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും വിടത്തില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യുമെന്നോ അറിയുന്നില്ല. അപ്പോൾ ഇതിന്റെ നടത്തിപ്പിനുള്ള ഇതൊക്കെ നിങ്ങളുടെ ട്രസ്റ്റിന് പേര് എഴുതി വെച്ചോ വസ്തുക്കളൊക്കെ? വസ്തു എഴുതി അതിനെ കുറിച്ചൊന്നും എനിക്ക് ബൈലർ ഞാൻ വായിച്ചിട്ടില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എനിക്ക് തോന്നുന്നു 50,000 എന്തോ FD ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഇൻട്രസ്റ്റ് എടുത്തിട്ടാണ് ഇയർലി ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും മുന്നോട്ട് തന്നെ കൊണ്ടുപോകും അല്ലേ? മുന്നോട്ട് എന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹം അതല്ലായിരുന്നു, അവരുടെ അന്ത്യാഭിലാഷം അതായിരുന്നു. ഈ തീർത്ഥാടനം എന്ന് പറയുമ്പോൾ നിങ്ങൾ കാശി രാമേശ്വരം പറഞ്ഞിരിക്കുമോ? പക്ഷെ മരണമെന്ന് തീർത്ഥാടനം അറിയുന്നില്ല. ഒരു ക്ലൂ കിട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വിടത്തില്ലായിരുന്നു. ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അല്ല, ഈ സംസാരത്തിലേക്ക് മകന്റെ മരണം അത്രത്തോളം ഷോക്കായി അവരുടെ മനസ്സിലുണ്ടായിരുന്നു അല്ലേ? പക്ഷേ എന്ന് വെച്ചാൽ കഴിഞ്ഞ ലാസ്റ്റ് കാണുമ്പോഴും അങ്ങനെ ചേട്ടൻ ഭയങ്കര വിഷമിച്ചായിരുന്നു. പക്ഷേ ചേച്ചി അത് ഒരു ഓവർകം ചെയ്തെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു മനസ്സിൽ അത്രത്തോളം ഒരു മോനല്ലേ, അപ്പോൾ പുറമേ കാണിച്ചിട്ടില്ല. അപ്പോൾ അവൻ മരിച്ച നാളിലാണ് മകന്റെ മരണം പെട്ടെന്നായിരുന്നു അല്ലേ? പെട്ടെന്ന് ആശുപത്രി കിടന്നിട്ടൊന്നുമില്ല, അധികം കിടന്നില്ല, സുഖമില്ലാണ്ട് ഫുഡ് പോയിസൺ ആയിട്ട് പോയതാ. എന്നിട്ട് തിരിച്ച് ബോഡിയായിട്ടാണ് വരുന്നത്. പിന്നെ അതിനുശേഷം അവർ ഈ ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമായിരുന്നു. എന്നും അമ്പലത്തിൽ എന്നും അമ്പലത്തിലാണ്, ഒരിക്കലും ഇവിടെ കാണത്തില്ല. എപ്പോഴും എന്ന് വിളിച്ചാലും എപ്പോഴും അമ്പലത്തിലാണ്. ഓരോ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ലാസ്റ്റ് കണ്ടപ്പോഴും പറഞ്ഞത് എന്നെ തലേദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതേപോലെ ഇറങ്ങുവാണ്, ഇനി തീർത്ഥാടനമാണ് ഇനി ലക്ഷ്യം, എന്ന് വരുമെന്നൊന്നും അറിയത്തില്ല, ഞാൻ പോവുകയാണ്, നിങ്ങളിതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം, എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ഉണ്ടോ അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു. എന്ന് സംസാരിക്കും. ഞാൻ ഇതിൻ്റെ ട്രസ്റ്റിൻ്റെ അംഗവും കൂടെയാണ്. അപ്പോൾ ട്രസ്റ്റ് രൂപീകരിച്ച് അപ്പോൾ ഈ 18-ാം തീയതി ഒരു 10-22 ആൾക്കാർക്ക് ധനസഹായം ചെയ്ത് റെഡി ക്യാഷ് എല്ലാം മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നത്. മകൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അവർക്ക് ഒന്നുമില്ല. ഒരു നിമിഷം പോലെ മകനെ വിട്ടിട്ടുള്ള ഒരു ചിന്ത അവർ മനസ്സിൽ വരുന്നില്ല. പിന്നെ ഡൗട്ട് ഇങ്ങനെ ചോദിക്കും, ഞങ്ങൾ പോയാൽ എൻ്റെ മകനെ കാണാൻ സാധിക്കുമോ എന്നൊക്കെ. അങ്ങനെയൊക്കെ ചോദിക്കുമോ? അങ്ങനെയൊക്കെ ചോദിക്കുമായിരുന്നു. മരിച്ചു അങ്ങ് മേളിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്തിനൊക്കെ അങ്ങനെ മകനെക്കുറിച്ച് ഭയങ്കര ഒരു ടെൻഷനാണ് എപ്പോഴും. ഈ ഒരു വർഷമായിട്ട് ആ ഓർമ്മ മനസ്സിൽ നിന്ന് പോകുന്നേ ഇല്ല. ഇല്ല. അപ്പം മകന് വേണ്ടി ഉള്ള ഇത് ട്രസ്റ്റാക്കി. പിന്നെ അവർക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് പക്കത്ത്, അത് കൊടുത്തതിന് ശേഷം വീണ്ടും കൂടുതൽ ആൾക്കാർക്ക് ധനസഹായം ചെയ്യും. ആരുടെയും പൈസ ഒന്നും സ്വീകരിക്കില്ല. ഈ ട്രസ്റ്റിന് അവരുടെ പൈസ തന്നെ, അതിൻ്റെ പലിശ എടുത്താണ് ഈ ധനസഹായം അവർക്കൊക്കെ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കൊരു വലിയ ഷോക്കായിപ്പോൾ എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും അവിടെ നിന്ന് അരിപ്പുറത്ത് പോകുമ്പോൾ തന്നെ വിളിച്ചായിരുന്നു. അപ്പോൾ ഗുരുദേവൻ്റെ അവിടെ ആണല്ലോ ഇത് ആത്മഹത്യ ചെയ്തത്. അവിടെ പോയി അവിടെ നിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് തിരിച്ച് വരാമെന്ന് പറഞ്ഞ്, പക്ഷേ വന്നില്ല. പിന്നെ ഞാൻ വിളിച്ചപ്പോൾ കൈയൊക്കെ കൂട്ടി കെട്ടി ഒരുമിച്ച് രക്ഷപ്പെടല്ലോ എന്ന് വിചാരിച്ച് തന്നെയാണ് ചെയ്തത്. ഒരിക്കലും ഒരാൾ അങ്ങനല്ല, ഒരാൾ രണ്ടുപേരും ഒരുമിച്ച് പോകണ ഒരുമിച്ചല്ല, അവർ രക്ഷപ്പെടുന്ന അവരങ്ങനെ തന്നെ. ഭാര്യയും ഭർത്താവും അങ്ങനെയാണ്, അവർ ഒരുമിച്ച് കൈയൊക്കെ കെട്ടി അങ്ങനെയാണ്.